ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജയബാലൻ ഒരിക്കലും ഇങ്ങനൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ സ്വന്തം മകൻ വിശാലിനെ പോലീസുകാരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയ ആ രംഗം അയാളുടെ മനസ്സിൽ ഒരു തീപ്പൊരി പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം ചെയ്തത് അവളാണ്, ആ കാവേരി. ഒരു സാധാരണ പെണ്ണ്. അരവിന്ദിന്റെ മകൾ എന്ന് പറഞ്ഞ് താൻ പുച്ഛിച്ചു തള്ളി അവൾ ഇന്ന് തന്റെ സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കിയിരിക്കുന്നു. ഒരു പീറ പെണ്ണിനെ കൊണ്ട് താൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെറുതെ അഹങ്കരിച്ചു. ജയബാലൻ പല്ലിറുമ്പി. കാവേരിയുടെയും നിവിന്റെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അയാളുടെ ചോര തെളിച്ചു. യമുനയോട് താൻ ചെയ്ത ക്രൂരകൾക്ക് പ്രകൃതി കാവേരിക്ക് നൽകിയ വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. സ്വന്തം മകനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി കാവേരിയുടെ കാല് പിടിക്കേണ്ട ഗതികേട് തനിക്ക് വരുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അരവിന്ദന്റെ മുന്നിൽ പോലും ഒരിക്കലും തല കുനിക്കാത്ത താൻ ഇന്ന് കാവേരിയുടെ മുന്നിൽ തോറ്റുപോയിരിക്കുന്നു. ആ ചിന്ത അയാളുടെ ഉറക്കം കെടുത്തി. എങ്ങനെയെങ്കിലും അവൾക്കൊരു പണി കൊടുക്കണം. അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ആ തലച്ചോറ്. ഈ സമയത്തിന് കാവേരിയുടെ മനസ്സിൽ അലയടിക്കുന്നത് വിജയത്തിന്റെ സന്തോഷം മാത്രമായിരുന്നില്ല. നിവിൻ അവൾക്ക് വേണ്ടി തന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ. എന്താപത്ത് വന്നാലും ഒരൊറ്റ വിളിക്ക് അവളുടെ മുന്നിൽ എത്തുന്ന നിവിനെ കാവേരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. യമുനയ്ക്കൊരു സങ്കടം വന്നപ്പോൾ നിവിൻ ഓടിയെത്തിയതും തന്റെ എന്ത് വിഷമങ്ങളിൽ ശ്രദ്ധയോടെ തന്നെ കേൾക്കുന്നതും അവളുടെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടം വളർത്താനൊരു കാരണമായി. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നൊരു ബന്ധമല്ലെന്ന് അവൾക്ക് ഉറപ്പായിട്ടറിയാമായിരുന്നു. വേണ്ട, ഈ മോഹങ്ങളൊന്നും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. കാവേരി ഇടയ്ക്കിടയ്ക്ക് തന്നോട് തന്നെ പറയുമായിരുന്നു. നിവിൽ നിന്നും അകന്നു മാറാൻ വേണ്ടി അവൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് അവനോട് ഒരുപാടധികം ഇഷ്ടമുണ്ടായിരുന്നു. അവൾ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സുഹൃത്ത് എന്നതിലുപരി അവനോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു. വിലക്കും തോറും വളരുന്ന ഒരു വല്ലാത്തൊരു വികാരം. ഈ സമയത്താണ് ജയബാലൻ രാജേശ്വരി പോയി കാണുന്നത്. രാജേശ്വരിക്ക് കാവേരിയെ കണ്ണെടുത്താൽ കണ്ടൂടാ. രാജേശ്വരി, നിന്റെ മോന്റെ പോക്ക് അത്ര ശരിയല്ല. അവൻ ആ കാവേരിക്കൊപ്പം നിന്നിട്ട് നമുക്കിട്ട് പണി തരുന്നതാ. ഇങ്ങനെ പോയാൽ ആ കാവേരി നിന്റെ മോനെ അങ്ങ് അടിച്ചു മാറ്റും. പിന്നെ നീ നിലവിളിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല. ജയബാലൻ തന്ത്രപരമായി തന്നെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജേശ്വരിന്റെ അഹങ്കാരം ഉണർന്നു. എന്റെ കൊക്കിന് ജീവനിലോടത്തോളം കാലം അത് നടക്കില്ല ജയബാല. ഈ രാജേശ്വരി ആഴാണെന്ന് അവൾക്കറിയില്ല. ഇതിനൊരു പരിഹാരം എനിക്കറിയാം. സത്യേട്ടൻ വരട്ടെ, എത്രയും പെട്ടെന്ന് രാഗിണിയും നിവിനും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. രാജേശ്വരി ഉറപ്പിച്ചും പറഞ്ഞു. രാഗിണി ജയബാലന്റെ മകളാ. അവളിപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. ജയബാലൻ ഉടനെ തന്നെ മകളെ വിളിച്ച് നാട്ടിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. അവൾ വരാമെന്ന് സമ്മതിച്ചതോടുകൂടി ജയബാലന്റെ മുഖത്ത് വീണ്ടും വക്രമായൊരു ചിരി തെളിഞ്ഞു. ഗംഗയുടെയും വിനീതിന്റെയും ജീവിതം മറ്റൊരു വശത്ത് പതിയെ മുന്നോട്ടു പോവുകയായിരുന്നു. വിനീത് ഗംഗയെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. എങ്ങനെയും അവളെ സന്തോഷിപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടും അവർക്കിടയിൽ വല്ലാത്ത അകലമുണ്ടായിരുന്നു. ഗംഗയ്ക്ക് ഉയർന്ന മോഹങ്ങളായിരുന്നു. നാട്ടിൽ നിൽക്കാൻ പോലും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ വിദേശത്ത് പോയി ജീവിക്കണമെന്നായിരുന്നു അവളുടെ വലിയ ആഗ്രഹം. എന്നാൽ വിനീത് നേരെ തിരിച്ചായിരുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്നൊരു പ്രകൃതം. നാട്ടിൽ തയ്യൽ ജോലി ചെയ്ത് ഒരു തയ്യൽ കടക്കാരനായിട്ട് അവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ. പുറത്തേക്ക് പോകണമെന്നോ ഒരുപാട് പണം ഉണ്ടാക്കണമെന്നോ അവന് ചിന്തയുണ്ടായിരുന്നില്ല. ഇത് ഗംഗയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവരുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാൻ തന്നെ അത് ചിന്തിക്കാനും അങ്ങനെ കാരണമായി. ഇതേ സമയം രാജേശ്വരിയും ജയബാലനും ആ ഒരു കാത്തിരുന്ന ദിവസം വന്നെത്തിയാണ്. രാഗിണി ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നാട്ടിലേക്ക് എത്തി. അവൾ സ്വയം കാർ ഡ്രൈവ് ചെയ്താണ് വീട്ടിലേക്ക് വരുന്നത്. ഇതേ സമയം കാവേരി തന്റെ സ്കൂട്ടിയിൽ അതുവഴി പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നിൽ ഒരു കാറ് തുടർച്ചയായിട്ട് ഹോൺ മുഴക്കുന്നത് കാവേരി കേട്ടു. ഇതിപ്പോൾ ആരാ ഇത്ര ധൃതിയിൽ? കാവേരിക്ക് ദേഷ്യം വന്നു. ഒരു ഇടവഴിയിലൂടെ അവളുടെ യാത്ര തിരിച്ചു. ഒടുവിൽ രാഗിണി തന്റെ കാറ് കാവേരിയുടെ സ്കൂട്ടിക്കങ്ങ് ചേർന്നങ്ങ് വെട്ടിച്ചെടുത്തു. പെട്ടെന്നുള്ള ആ ഒരു നീക്കത്തിൽ കാവേരിയുടെ ബാലൻസ് തെറ്റി അവൾ വണ്ടിയോടൊപ്പം നിന്ന് താഴേക്ക് മറിഞ്ഞു. കാവേരിക്കങ്ങ് കലിയിളകി. അവൾ എഴുന്നേൽക്കുന്നതിനു മുൻപ് തന്നെ രാഗിണി കാറിൽ നിന്നും ഇറങ്ങി ഗമയിൽ അവളുടെ അടുത്തേക്ക് വന്നു. കാവേരിയെ കണ്ടപ്പോൾ രാഗിണിയുടെ മുഖത്ത് പുച്ഛ നിറഞ്ഞു. ഓ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ ആരോ ആണെന്ന് രാഗിണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കാവേരി പതുക്കെ എഴുന്നേറ്റ് വസ്ത്രത്തിലെ പൊടിയൊക്കെ തട്ടി ജയബാലിന്റെ മകളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അതെ, കൊണ്ടുവാ. അരവിന്ദിന്റെ മോൾക്ക് വേണ്ട കൈസഹായൊക്കെ ഞാൻ തരാം, രാഗിണി പരിഹാസത്തോടെ പറഞ്ഞു. കാവേരിയുടെ കണ്ണുകളിൽ അഗ്നി പോലെ ജ്വലിച്ചു. അവൾ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്റെ ഒരു കൈസഹായവും ആവശ്യമില്ല. നീ ഇങ്ങനെ കൂടുതൽ കിടന്ന് കളിക്കാൻ നിൽക്കണ്ട. നിന്നെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആണോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേമായി പോയി, രാഗിണി പുച്ഛത്തോടെ പറഞ്ഞു. പിന്നല്ലാതെ, എന്റെ അച്ഛന്റെ പൈസയും കൂടി തിന്നുകൊടുത്തിട്ടില്ലേ നീയും നിന്റെ അച്ഛനുമൊക്കെ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത്? കാവേരിയുടെ ആ ചോദ്യം രാഗിണിയുടെ മുഖത്തേറ്റൊരു കനത്ത പ്രഹരമായിരുന്നു. രാഗിണിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. നീ എന്താടി പറഞ്ഞത്? ഞാൻ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചപ്പോഴേക്കും നീ വണ്ടിൽ നിന്നങ്ങ് താഴേക്ക് വീണില്ലേ? ഇത്രയൊക്കെയുള്ളൂടെ നിന്റെ ധൈര്യം? ഇത് കേട്ട് കാവേരിയുടെ സമനില തെറ്റി. അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല.
രാഗിണിയുടെ മുഖത്ത് നോക്കിയിട്ട് കരണത്തിട്ട് ഒരൊറ്റ അങ്ങ് പൊട്ടിക്കാണ്. അവൾ പെണ്ണിലേക്ക് അങ്ങ് വേച്ചുപോയി നിലത്തേക്ക് വീണു. ഞെട്ടലോടുകൂടെ അവൾ കാവേരി നോക്കി. കാവേരി തന്റെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു, എന്താ ജയപാലന്റെ മോൾക്ക് അരവിന്ദന്റെ മോളുടെ കൈസഹായം വേണോ? രാഗിണി അപമാനത്താൽ തല താഴ്ത്തി. പതുക്കെ അവൾ എഴുന്നേറ്റു. ദേ, ഇമാതിരി അഭ്യാസമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. കാവേരി ആരാണെന്ന് നീ ശരിക്കും അങ്ങ് തിരിച്ചറിയും. നിനക്കെന്നെ വലിയ പിടിയില്ല എന്ന് പറഞ്ഞ് കാവേരി തന്റെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും പോയി. രാഗിണിയുടെ ഉള്ളിൽ പക എരിയുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കെത്തിയ രാഗിണിക്ക് ദേഷ്യം അടക്കാനായില്ല. തന്നെ സ്വീകരിക്കാൻ നിന്ന് ജയപാലനോടും പ്രവീണിനോടും അവൾ കാവേരി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾ എന്നെ വഴിയിലിട്ട് അപമാനിച്ചു വെച്ചാ ഇതിന് പകരം ചോദിക്കണം. രാഗിണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ജയപാലൻ മകളെ സമാധാനിപ്പിച്ചു. മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. അവൾക്കുള്ള പണിയൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കും. അത് ചില്ലറ പണിയൊന്നും ആയിരിക്കില്ല. നിവിനുമായിട്ടുള്ള രാഗിണിയുടെ കല്യാണം നടക്കുന്നത് കാവേരിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അധികം വൈകാതെ തന്നെ നിവിന്റെ അച്ഛൻ സത്യൻ അങ്ങോട്ടേക്ക് എത്തി. രാജേഷിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചു. നിവിൻ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ അവൻ കൈവിട്ടു പോകുമെന്നും രാഗിണിയാണ് അവന് പറ്റി ഏറ്റവും നല്ല പെണ്ണെന്നൊക്കെ അവർ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു. സത്യേട്ടനും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ നിവിനോട് പോലും ചോദിക്കാതെ അവർ ജയപാലന്റെ വീട്ടിലേക്കെത്തി വിവാഹം ഉറപ്പിച്ചു. രാഗിണിക്ക് നിവിനെ പണ്ടേ വലിയ ഇഷ്ടമായിരുന്നു. അവനെ പോലൊരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടുന്നതിൽ അവൾക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ നിവിൻ ആകെ തകർന്നു പോയി. അവൻ അമ്മയോട് കയർത്തു, എനിക്ക് ഈ കല്യാണമൊന്നും വേണ്ടാമേ. എനിക്കിഷ്ടമുള്ള പെണ്ണിന് ഞാൻ കല്യാണം കഴിച്ചോളാം. അല്ലാതെ ഒരാൾ എന്റെ തലയിലേക്ക് കെട്ടിവെക്കാനൊന്നും നോക്കണ്ട. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ രാജേശ്വരി ഇതിന് വഴങ്ങില്ല. നീ മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി, മനസ്സിലായോ? നിന്റെ മനസ്സിലിപ്പോ എന്താണെന്നൊക്കെ എനിക്കറിയാം. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. നിവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാവേരിയെ തന്റേതാക്കാൻ ആഗ്രഹിച്ച അവന് ഈ ഒരു വാർത്ത താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അടുത്ത ദിവസം തന്നെ രാഗിണി നിവിനെ കാണാൻ വന്നു. അവൾ അവനെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. കാറിൽ പോവാമെന്ന് നിവിൻ പറഞ്ഞുവെങ്കിലും അവൾക്ക് ബൈക്കിൽ പോയാൽ മതിയെന്നായി. ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും നിവിൻ ബൈക്ക് എടുത്തു. കുറച്ചു ദൂരം ചെന്നപ്പോൾ രാഗിണി പിന്നിലിരുന്ന് നിവിൻ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ കൈകളങ്ങ് തട്ടിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൾ കൂടുതൽ മുറുകെ അവനങ്ങ് കെട്ടിപ്പുണർന്നു. ഇതേ സമയം കടയിൽ പോയി മടങ്ങുകയായിരുന്ന ഗംഗ ഈ ഒരു കാഴ്ച കണ്ടു. നിവിനെ പിന്നിലിരുന്നു കൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രാഗിണിയെ കണ്ട് ഗംഗ ഞെട്ടിപ്പോയി. ഓ, അപ്പോൾ ഇതാണ് കാര്യം. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ? എന്നിട്ടാണോ അവൻ എന്റെ അനുജത്തിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? കാവേരി ചതിക്കാനാണോ ഇവന്റെ ഭാവം? ഗംഗയുടെ മനസ്സിൽ സംശയങ്ങളും ദേഷ്യങ്ങളും അലയടിച്ചു. അവൾ വേഗം വീട്ടിലേക്കെത്തി കാവേരിയോട് കാര്യങ്ങൾ പറഞ്ഞു. കാവേരി, ആ നിവിനെയും രാഗിണിയുടെയും വിവാഹമാണ് തോന്നുന്നു. അവരിപ്പോ വലിയ പ്രേമത്തിലാ. കാവേരി അത് കേട്ടൊന്ന് നടുങ്ങി. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല ചേച്ചിയെന്ന് പുറത്തേക്ക് പറഞ്ഞുവെങ്കിലും അവളുടെ ഉള്ളിലും ഒരു വിങ്ങലായിരുന്നു. അന്നു മുതൽ നിവിൻ വിളിക്കുമ്പോൾ കാവേരി ഫോൺ എടുക്കാതെയായി. താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാവരുത് എന്ന് അവൾ തീരുമാനിച്ചു. നിവിനാവട്ടെ കാവേരി എന്താ തന്നോട് സംസാരിക്കുന്നത് എന്നറിയാതെ ആകെ വിഷമിച്ചു. തന്നോട് ചെയ്ത് ആ ഒരു അപമാനത്തിന് കാവേരിയോട് പ്രതികാരം ചെയ്യാൻ തന്നെ രാഗിണിയും തീരുമാനിച്ചു. കാവേരിയെ എന്നേക്കുമായി തകർക്കാൻ വേണ്ടിയിട്ട് ജയപാലനും തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായ ഒരേ ഒരുത്തനെ കൊണ്ടും കണക്കിന് പറയിപ്പിക്കുമെന്ന് തന്നെ കാവേരി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾ എത്ര വന്നാലും യമുനയെയും തന്റെ കുടുംബത്തെയും അവൾ സംരക്ഷിക്കുമെന്ന് തന്നെ അവളുടെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരുഭാഗങ്ങളും തമ്മിലുള്ള പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. വലിയൊരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള ആ ഒരു ശാന്തത പോലെ തന്നെ അവിടെ എല്ലാം തന്നെ നോക്കിക്കാണുകയായിരുന്നു. നിവിനിൽ നിന്നും കാവേരി ഒരുപാട് തവണ അകലാൻ ശ്രമിച്ചുവെങ്കിലും നിവിന്റെ മനസ്സിൽ കാവേരിയോടുള്ള ഇഷ്ടം കൂടി വരുമായിരുന്നു. രാഗിണി ഇങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഗംഗ തെറ്റിദ്ധരിച്ചതാണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിവിനും കാവേരിക്കും അറിയില്ലായിരുന്നു. എങ്ങനെയായാലും അവർ സംസാരിച്ചതിന് ശേഷം വീണ്ടും നിവിനും കാവേരിയും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം തുടരുന്നുണ്ട്. രാഗിണിയുമായിട്ടുള്ള നിവിന്റെ കല്യാണം ഏതായാലും മുടങ്ങിപ്പോവും. അങ്ങനെ അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.